ആവിയിൽ വേവിച്ച എത്ര വെറൈറ്റി സ്നാക്സ് ഉണ്ടെങ്കിലും നമ്മുടെ ചിക്കൻ കണ്ണപ്പത്തിൻ്റെ രുചിയൊന്ന് വേറെ തന്നെയാണല്ലേ. അപ്പോൾ ചിക്കൻ കണ്ണപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള ജീരകശാല അരിയിലേക്ക് തേങ്ങ ചിരകിയതും മുട്ടയും ഒരല്പം ഉപ്പും പാകത്തിന് വെള്ളം അരയാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ദോശമാവിൻ്റെ ഒക്കെ കൺസിസ്റ്റൻസിയിൽ. ഇനിയിപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, അടച്ച് വെച്ച് കൊടുക്കാം. നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്ത് കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഈ ഒരു സെയിം എണ്ണയിലേക്ക് തന്നെ സവാള കട്ട് ചെയ്തതും ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം പച്ചമുളക് കട്ട് ചെയ്തതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പൊടികളായിട്ട് ഗരം മസാലപ്പൊടിയും ചിക്കൻ മസാലപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് മല്ലിയിലയും കറിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കുക. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ആക്കുക. ഇനിയിപ്പോൾ ചിക്കൻ കണ്ണപ്പം എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിതാ സ്റ്റീമറിൽ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് ഓയിലോ വെളിച്ചെണ്ണയോ ബ്രഷ് ചെയ്തിട്ട് ഇഡ്ഡലി തട്ടി ഇതുപോലെ ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം തട്ടിൻ്റെ പകുതിയോളായിട്ട് എല്ലാ തട്ടിലും മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ മസാലയും എല്ലാത്തിലും ഇട്ട് കൊടുക്കുക. നമുക്ക് കടിക്കുമ്പം കിട്ടുന്ന രീതിയിൽ തന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അടച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 12 മുതൽ 15 മിനിറ്റ് വരെയാണ് കേട്ടോ ഇതിൻ്റെ കുക്കിംഗ് ടൈം. അങ്ങനെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കണ്ണപ്പം റെഡി ആയിട്ടുണ്ട്. ഡീറ്റെയിൽഡ് വീഡിയോ നിതാഷസ് കിച്ചൺ യൂട്യൂബ് ചാനലിലുണ്ട്. അക്കൗണ്ട് ഫോളോ ചെയ്യാനും മറക്കരുത്.